ഒന്ന് നിക്ക്. ഉം. ഈ സന്ധ്യ കഴിഞ്ഞ നേരത്ത് നീ എവിടെ പോകുന്നു? ആ തേപ്പടക്കാരൻ ജഗ്ഗുനൊന്ന് കാണാൻ. ആ അമ്മേ, അപ്പു, മീനാക്ഷി, എല്ലാരും ഒന്നിങ്ങ് വന്നേ. എന്താ എന്താ? എല്ലാം ഒന്ന് ശാന്തമായിട്ട് രാത്രി ചോദിക്കാന്ന് വെച്ചിട്ടാ ഞാൻ നേരത്തെ ഒന്നും മിണ്ടാതിരുന്നത്. സാധാരണ രീതിയില് ഒരാൾക്ക് കല്യാണം ആലോചിക്കുന്നതും തീരുമാനിക്കുന്നതും ഒക്കെ ആരാണെന്ന് അറിയോ? കുടുംബത്തിലെ കാരണവരാ. ഇവിടെ നമ്മളെല്ലാരും വായും പൊളിച്ച് നിൽക്കുമ്പോ അവരങ്ങ് ശബ്ദം ചെയ്യുക, ഇത്രാം തീയതി ഇത്ര മണിക്ക് കല്യാണം. നീ ആരാടാ, ഭീഷ്മരാണോ ശപഥം ചെയ്തങ്ങ് ഉറപ്പിക്കാൻ? മുട്ടയെന്ന് വിരിഞ്ഞില്ല, അതിനിടയ്ക്ക് കല്യാണം. അമ്മ അമ്മ തന്നെ പറ, ഇതിനിപ്പോ എന്ത് നടപടി എടുക്കണം? കീർത്തന നല്ല കുട്ടിയാ. ഇങ്ങോട്ട് മാറിക്കണേ. ഷടാ, അമ്മമാരൊക്കെ ഇങ്ങനെ ആയി പോയല്ലോ. കുട്ടി നല്ലതാണോന്ന് മാത്രം അങ്ങ് അറിഞ്ഞാ മതി അല്ലേ? എടാ, നിന്റെ കാര്യത്തിലും ഞാൻ കൂടുതൽ കിഴിഞ്ഞും ചികഞ്ഞൊന്നും നോക്കിയില്ല. ഏട്ടൻ പെട്ടു. അമ്മ കൂടുതൽ ചിരിച്ച് സപ്പോർട്ട് ചെയ്യണ്ട. ഓ, ഞാൻ ഇവരെ പോലെ അല്ലല്ലോ. ആ അത് ശരിയാ. വിവാഹ പ്രായമായി, നല്ലൊരു ജോലി കിട്ടി, കുടുംബം നോക്കാൻ പ്രാപ്തിയായി. അതിനൊക്കെ ശേഷമാ ഞാൻ അപ്പുവിനെ കണ്ടതും കല്യാണം കഴിച്ചതും. ഇതിപ്പോ അങ്ങനെയാണോ? അതുമല്ല, ആ പിള്ള അയാളൊരു കഞ്ഞിയല്ലേ? എന്റെ അമ്മയച്ഛനെ കളിയാക്കിയാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ആഹാ, എങ്കിൽ ഇനിയും പറയും, ആ പിള്ള ഒരു കഞ്ഞിയാണ്, സ്നേഹമില്ലാത്തവനാണ്, വിവരമില്ലാത്തവനാണ്, പുങ്കനാണ്. മറ്റുള്ളവരോട് പെരുമാറാൻ അറിയാത്തവനാണ് പിള്ള. അതുകൊണ്ട് തന്നെ ആ പിള്ളയുടെ മോളെ കൊണ്ട് എന്റെ അനിയനെ കെട്ടിക്കുന്ന പ്രശ്നമേ ഇല്ല. ഏട്ടാ സീരിയസ് ആയിട്ടാണോ പറഞ്ഞേ? അതെ, ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞത്. നീ പകല് വെല്ലുവിളിച്ചത് തമാശക്കായിരുന്നല്ലോ. തമാശക്കാ? ഞാനും സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞേ. എടാ, അതൊരിക്കലും ശരിയാവില്ലടാ. ഒന്നാമത്, നിനക്ക് കല്യാണത്തിനുള്ള ഒരു പ്രായമായിട്ടില്ല. അത് മാത്രമല്ല, ആ പിള്ളയുടെ കുടുംബത്തിൽ നിന്ന് ഒരു കല്യാണം എന്നൊക്കെ വെച്ചാ. സത്യം പറഞ്ഞ ഞാൻ കീർത്തനെ കുറിച്ച് മറന്നു തുടങ്ങിയായിരുന്നു. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവളുടെ ഫ്യൂച്ചർ പ്രശ്നമാവെന്ന് കണ്ടപ്പോ ഞാൻ അവളെ മറക്കാന്ന് കരുതിയ. കീർത്തനെ കണ്ടപ്പോ ഞാൻ ഉപദേശിക്കുകയും ചെയ്തു. പക്ഷെ അതിനിടയ്ക്കാ ആ പിള്ള എല്ലാം തിരിച്ചു മറിച്ചത്. അവളുടെ അച്ഛൻ വന്ന് ബഹളം ഉണ്ടാക്കിയപ്പോ എന്റെ കൺട്രോള് പോയി. അങ്ങനെയാ ഞാൻ ശബ്ദം ചെയ്തത്. അപ്പോഴത്തെ ഓളത്തില് അങ്ങ് വെല്ലുവിളിച്ചതല്ലേ, അതങ്ങ് പോട്ടെ. അല്ല, വെല്ലുവിളി തന്നെയാ. എന്നുവെച്ചാല് എനിക്ക് കീർത്തനെ കല്യാണം കഴിക്കണം. ഇല്ലില്ല, പറ്റില്ല. അത് സമ്മതിക്കാൻ പറ്റില്ല. അല്ല ബാലു, ഇത് സമ്മതിക്കണം. സമ്മതിക്കാനോ? ആ പിള്ളെ തനിക്കറിയില്ലേ? പണവും പദവിയും ഒന്നും വേണ്ട. എത്ര ദാരിദ്ര്യ അവസ്ഥയിലുള്ളവരോ മറ്റ് ജാതിക്കാരോ ആയിക്കോട്ടെ, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ ഇതുപോലത്തെ സ്വഭാവമുള്ള ഒരാളുടെ വീട്ടിൽ നിന്ന്. നിർത്ത് ബാലു, പറ, എന്റെ വീട്ടില് എല്ലാവരുടെയും സ്വഭാവം പെർഫെക്റ്റ് ആണോ? അമ്മ പറഞ്ഞ പോലെ കീർത്തന നല്ല കുട്ടിയാ. അപർണേച്ചി പറഞ്ഞതിന്റെ മുകളില് നീ ആരുടെ അഭിപ്രായം സ്വീകരിക്കുന്നതല്ല. ഞാൻ വീട്ടിന്റെ നടയിൽ എഴുതി വെക്കാൻ പോവാ, അപർണേച്ചി ഈ വീടിന്റെ ഐശ്വര്യം. അപർണമോള് പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ. പക്ഷെ ഒരു കാര്യം, നിനക്ക് കല്യാണത്തിനുള്ള സമയമായിട്ടില്ല. പിന്നെ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമായിരിക്കില്ല ഈ കല്യാണം എന്ന് പറയുന്ന സംഗതി. മനസ്സിലായല്ലോ? പിള്ളസാറിനെയാ എതിർക്കുന്നത്. എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാ. ഏത് അപകടത്തിലും കൊണ്ടുചെന്ന് ചാടിക്കും. അതാലോചിക്കുമ്പോഴാ എനിക്കൊരു പേടി. ഒന്നാമതേ സമാധാനം പോയിരിക്കുക. അമ്മയ്ക്ക് എന്താ അമ്മ സമാധാനക്കേട്?
2-3 ദിവസമായി. അമ്മയ്ക്ക് എപ്പോഴും ടെൻഷനാണല്ലോ. എന്തു പറ്റി? കാറ്ററിംഗിന്റെ ആൾക്കാരാ. ഇതിനകത്ത് ചിലപ്പോ റേഞ്ച് കിട്ടൂല. അപ്പൊ ഏട്ടാ, ബാക്കി എല്ലാരും എനിക്ക് കട്ട സപ്പോർട്ടാ. ഏട്ടനും അഭിപ്രായം മാറ്റിയേ പറ്റൂ. എല്ലാരും ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോ ഇനി ഞാനെന്ത് പറയാൻ? Yes. Thanks, ഏട്ടാ. ഹലോ സുധേ, ഞാൻ പറഞ്ഞില്ലേ എന്നെ വിളിക്കരുത് വിളിക്കരുത് വിളിക്കരുതെന്ന്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇനി നിന്നെ ഞാൻ ശല്യപ്പെടുത്തില്ല. ഞാനിനി നിന്റെ മുന്നിലേക്ക് വരില്ല. എല്ലാം അവസാനിപ്പിക്കാം. പക്ഷേ അതിനു മുന്നേ എനിക്കൊരു കാര്യം സാധിച്ചു തരണം. എന്താ? എനിക്ക് അവസാനമായി നിന്നെ ഒന്ന് കാണണം. നാളെ ഞാൻ നിന്നെ നാളെ അവസാനമായി ഒന്ന് കണ്ട് സംസാരിച്ച് ഞാൻ എന്റെ ലോകത്തിലേക്ക് മടങ്ങിക്കോളാം. പറ്റൂല. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണൂല. അങ്ങനെ പറയരുത് സുധേ. എനിക്ക് കാണണം. പറഞ്ഞില്ലേ, ഒരിക്കൽ കൂടി കണ്ടു കഴിഞ്ഞാൽ അവിടെ തീർന്നു. പിന്നെ നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ വരില്ല. യാത്ര പറയാൻ വേണ്ടിയുള്ള കൂടിക്കാഴ്ച ആ കോളേജ് ജംഗ്ഷൻ അടുത്തുള്ള അമ്പലത്തിനടുത്ത് ഞാനുണ്ടാവും. ഇല്ല, എനിക്ക് വരാൻ പറ്റൂല. നീ വരണം. നീ വന്നേ പറ്റൂ. നീ വരും. എനിക്കറിയാം എന്റെ സുധ നാളെ വരും. ഞാൻ അവിടെ കാത്തു നിൽക്കും. നമ്മൾ തമ്മിൽ കാണും. ഹലോ ഹലോ, നാളെ അവള് വരൂ. അവൾ വരും. നമ്മുടെ പ്ലാൻ നാളെ നടക്കുകയും ചെയ്യും. ആ മമ്മിയാണല്ലോ. മമ്മി? ആ അതെ, മമ്മി തന്നെ. മക്കൾ അമ്മയെ മറന്നാലും അമ്മയ്ക്കും മക്കളെ മറക്കാൻ പറ്റില്ലല്ലോ. കൊള്ളാം. മമ്മി ആര് മറന്നു എന്നായി പറയുന്നേ? ഞാനോ? വേണ്ട വേണ്ട, ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട. ഞാനിപ്പോ വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. ആ, എന്താ മമ്മി? വിവാഹശേഷം നീയും ബാലുവും ഇങ്ങോട്ട് വന്നിട്ടില്ല. കല്യാണത്തോടനുബന്ധിച്ച് ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. ഭാര്യയുടെ വീട്ടില് വിരുന്ന് വരികന്നൊക്കെ. ആ, അപ്പോ ഈ ഞായറാഴ്ച നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വരണം. വരണമെന്നോ? ഞങ്ങള് വന്നിരിക്കും. ഞായറാഴ്ച രാവിലെ കോളിംഗ് ബെൽ ഒച്ച കേട്ട് മമ്മി ഡോറ് തുറക്കുമ്പോ അവിടെ ഞങ്ങളുണ്ടാവും. സാഹിത്യമൊന്നും വേണ്ട, കൃത്യമായിട്ട് ഇങ്ങ് വന്നാ മതി. ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് കുറെ നേരം ഒരുമിച്ച് ചെലവാക്കണം. ഓക്കെ മമ്മി, റെഡി. ഞായറാഴ്ച രാവിലെ കൃത്യമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കും. എന്താ പറഞ്ഞേ? ഞായറാഴ്ച അവര് വരും. ആ, ബാലു, അപ്പൊ നമ്മൾ ഞായറാഴ്ച ബാലുവിന്റെ വൈഫ് ഹൗസിൽ പോവാണ്. എങ്ങനെ? ഞായറാഴ്ച നമ്മള് എന്റെ വീട്ടിലേക്ക് പോവാന്ന് മമ്മിയാ വിളിച്ചത്. ഞായറാഴ്ച അങ്ങോട്ട് ചെല്ലണം. ആ, മുഖം മങ്ങിയല്ലോ. എന്റെ സ്നേഹിത, എന്റെ വീടെന്ന് പറഞ്ഞ അത് ഇയാളുടെയും കൂടെ വീടാ. ഹാ, ഒറ്റ മോളായ എനിക്ക് ഉള്ളതാ വീട്. എന്നെക്കാൾ അധികാരത്തോടെ എന്റെ ഭർത്താവിന് അവിടെ കയറി ചെല്ലാം. എനിക്കെന്തോ ഒരെന്തോയും ഇല്ല. നമ്മള് ഞായറാഴ്ച അങ്ങോട്ട് പോകുന്നു. ആ അല്ല, നമ്മള് രണ്ടുപേരും മാത്രമാക്കുന്ന എന്തിനാ? അമ്മയും സാഗറും മീനാക്ഷിയും അങ്ങനെ നമ്മള് എല്ലാരും കൂടി ആഘോഷമായിട്ട് പോകുന്നു. അതൊന്നും വേണ്ട. അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടാവില്ല. അമ്മയ്ക്ക് ഇഷ്ടാവോ ഇല്ലെന്നേ അമ്മ വേണ്ട തീരുമാനിക്കാൻ. ഞാനേ ഇപ്പൊ കാണിച്ചു തരാം. അപ്പോ
അമ്മേ, സാഗർ, മീനു, എന്താ പറഞ്ഞേച്ചി? ആം, ദേ അന്ന് നമ്മൾ എല്ലാരും കൂടെ ഒരു ഔട്ടിങ്ങിന് പോവാന്ന് വിചാരിച്ചില്ലേ? അത് നടന്നില്ല ആണേ. അതിനു പകരം നമ്മൾ ട്രിപ്പ് അടിക്കാണോ? അതെ, ഞായറാഴ്ച നമ്മളൊരു ട്രിപ്പ് അടിക്കുന്നു എന്റെ വീട്ടിലേക്ക്. അപർണേച്ചിയുടെ വീട്ടിലേക്ക് നമ്മൾ പോകുന്നു. അത് അടിപൊളി. അമ്മേ, വീട്ടിൽ നിന്ന് മമ്മി വിളിച്ചിരുന്നു. ഞായറാഴ്ച അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്ക. കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ അങ്ങോട്ട് പോയില്ലല്ലോ. അപ്പൊ മീനാക്ഷി, സാഗർ, ദേ നമ്മൾ 5 പേരും കൂടെ ഞായറാഴ്ച രാവിലെ എന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടുന്ന് പിന്നെ അങ്ങോട്ട് നമ്മള് അർമാദിക്ക. മോളെ, ആ ദുഃഖപുത്രി സ്റ്റൈലില് മോളെ എന്നുള്ള വിളി കേട്ടാൽ അറിയാം എന്തോ മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് പറയാൻ പോകുന്നേന്ന്. മോളെ, മോളും ബാലുവും കൂടെ പോയാ മതി. ഞാൻ വരുന്നില്ല. എന്തൊരു ബോറാ അമ്മ ഇത്. അന്ന് ഔട്ടിങ്ങിനും വന്നില്ല, ദേ ഇപ്പൊ അപർണേച്ചിയുടെ വീട്ടിലേക്കും വരുന്നില്ല. ആ അമ്മയെ കുറ്റം പറയാനൊന്നും പറ്റില്ല. യാമിനി ആന്റിയും അച്ഛമ്മയും ഒക്കെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് അമ്മയെ. അതുകൊണ്ട് തന്നെ അമ്മ അങ്ങോട്ട് വരണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതെ അമ്മേ, എന്റെ പപ്പയുടെയോ മമ്മിയുടെയോ അച്ഛമ്മയുടെയോ വീട്ടിലേക്കല്ല ഞാൻ വിളിക്കുന്നത്. എന്റെ വീട്ടിലേക്കാ, അപർണയുടെ വീട്ടിലേക്കാ. എന്റെ വീടെന്ന് പറഞ്ഞാ അത് നിങ്ങളുടെ കൂടെ വീടാ. അങ്ങനൊരു വീട്ടിലേക്ക് വരാൻ പറ്റില്ലെങ്കിൽ വേണ്ട, വരണ്ട. ഇവിടുന്ന് ആരും എങ്ങോട്ടും പോകുന്നില്ല. മോളെ, എന്റെ മോള് ദൈവത്തിന്റെ മനസ്സുള്ള മോളാ. ഇങ്ങനെ ഒരു മോളെ ഞങ്ങളിൽ ഒരാളായിട്ട് കിട്ടാൻ ഞങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ പുണ്യം ചെയ്തിട്ടുണ്ടാവണം. മോൾ ഒരു കാര്യം പറയുമ്പോ അത് നിഷേധിക്കാന്ന് പറഞ്ഞാല് സത്യത്തിൽ എന്തോ പാപം ചെയ്യുന്നത് പോലെയാ. പക്ഷെ മോളെ, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി തന്നെ പെരുമാറണം. ഞങ്ങൾ ആ വീട്ടിൽ വരുന്നത് മോളുടെ മമ്മിക്ക് ഒട്ടും ഇഷ്ടാവില്ല. അമ്മേ, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ മോളെ. എന്നെ കാണുമ്പോ മോളുടെ മമ്മിക്കും അച്ഛമ്മയ്ക്കും ഒക്കെ ദേഷ്യം വരും. ആ ദേഷ്യം നിങ്ങളോടും ചിലപ്പോ ഉണ്ടാവും. അതുമല്ല, ഓരോ കുടുംബവും ഓരോ സാഹചര്യങ്ങളിലാ കഴിയുന്നത്. മോളുടെ വീട്ടിൽ എപ്പോഴും സന്തോഷവും ഉത്സാഹവും മോടിയും കളിച്ചിരിയും ഒക്കെയാ. അവിടേക്ക് അതുമായി പൊരുത്തപ്പെടാത്തവര് വരുമ്പോ അത് വേണ്ട മോളെ. അമ്മ ഈ പറഞ്ഞതിന് ഞാൻ എന്തൊക്കെ എന്റെ വശം പറഞ്ഞ് സമർത്ഥിച്ചാലും അമ്മ സമ്മതിച്ചു തരില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഒറ്റ ചോദ്യേ ചോദിക്കുന്നുള്ളൂ. എന്റെ ഒരു ആഗ്രഹം നമ്മൾ എല്ലാവരും കൂടെ എന്റെ വീട്ടിലേക്ക് പോവാന്നുള്ളത്. ആ ആഗ്രഹം സാധിച്ചു തരുവോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാ മതി. ശരി, മോളുടെ ആഗ്രഹം അമ്മ സാധിച്ചു തരാം. റിയലി? ഇപ്പോഴല്ലേ അമ്മ അമ്മയായത്. അപ്പൂനെയും ബാലുനെയും നമുക്ക് തനിച്ചിങ്ങ് കിട്ടുക. നേരത്തെ തീരുമാനിച്ചതുപോലെ വിരുന്ന് കഴിഞ്ഞ അവരിവിടുന്ന് തിരിച്ചു പോകരുത്. ഇനി അഥവാ പോയാലും ബാലു ഒറ്റയ്ക്കേ പോകാവൂ. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ അമ്മേ? എനിക്ക് പരിചയമുള്ളൊരു ജോത്സ്യനുണ്ട്. ജോത്സ്യം മാത്രമല്ല, അയാൾക്ക് ചെറിയ മന്ത്രവാദങ്ങളൊക്കെ അറിയാം. മന്ത്രവാദോ? എന്ത് മന്ത്രവാദം? അതൊക്കെ എന്തിനാ? ഓ, നിങ്ങൾ പരിഷ്കാരികള്. മന്ത്രം എന്നൊക്കെ കേട്ടാ നിങ്ങൾക്ക് പുച്ഛവാ. എന്റെ മോളെ, ദേ നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല. ഞാൻ ഈ പറഞ്ഞ മന്ത്രവാദിയുടെ കയ്യിലെ ഒരു ചൂർണമുണ്ട്. ആ ചൂർണം പാലില് കലക്കി കൊടുത്താലേ എന്റെ പൊന്നേ സ്വാഹ. സ്വാഹയോ? എന്ത് സ്വാഹ? എത്ര ചക്കര ഈച്ചയും പോലെ ഇരിക്കുന്ന ഭാര്യയും ഭർത്താവും ആയിക്കൊള്ളട്ടെ, ഈ ചൂർണ അകത്ത് ചെന്ന അടുത്ത നിമിഷം വഴക്ക് തുടങ്ങിയിരിക്കും. ഒരു മാസത്തിനുള്ളിൽ അടിച്ച് പിരിയും. രണ്ടും രണ്ടു പാത്രമാവും. എനിക്കിതിലെന്തോ അത്ര വിശ്വാസമില്ല. പക്ഷെ അമ്മ പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. അമ്മ പറഞ്ഞതുകൊണ്ടൊന്നും പരീക്ഷിക്കണ്ട. നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം മന്ത്രവാദിയെ വരുത്തിയാൽ മതി. യാമിനി എന്ത് പറയുന്നു? എനിക്ക് മന്ത്രവാദത്തിലും ഇതുപോലുള്ള രീതികളിലൊന്നും വിശ്വാസം ഇല്ലായിരുന്നു.
ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണെന്ന് തന്നെയാ ഇപ്പോഴും എന്റെ മനസ്സ് പറയുന്നത്. പക്ഷേ നമുക്കൊരു അത്യാവശ്യം വരുമ്പോ നമ്മൾ എന്തിലും വിശ്വസിച്ചു പോവുമല്ലോ. അതുപോലൊരവസ്ഥയല്ല ഞാനും ഇപ്പൊ. അമ്മ ആ ജോൽസിനോട് ഇങ്ങോട്ട് വരാൻ പറയും. എന്താ അയാളുടെ പേര്? അയാളുടെ യഥാർത്ഥ പേരെന്താണെന്ന് എനിക്കറിയില്ല. ചാത്തൻ ജോത്സ്യനെന്നോ ചാത്തൻ മന്ത്രവാദി എന്നൊക്കെയാ അറിയപ്പെടുന്നത്. അല്ല, ഇപ്പൊ പേരെന്തായാലും എന്താ, പിള്ളേരെ തമ്മി തല്ലിച്ച് പിരിച്ചങ്ങോട്ട് തന്നാ പോരെ. ആ ആരെ പിരിക്കുന്ന കാര്യമായി പറയുന്നേ? ആ, അല്ല, അടുക്കളയിൽ ഇരിക്കുന്ന തൈര് പിരിയുന്ന കാര്യം അല്ലേ സന്ദീപ്? ചർച്ചയും ഗൂഢാലോചനയൊക്കെ എന്താണെന്ന് മനസ്സിലായി. ആരെയാ പിരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും മനസ്സിലായി. അതെ, അപ്പുനെയും ബാലുവിനെയും പിരിക്കാൻ തന്നെയാ ഞാൻ ഉദ്ദേശിക്കുന്നത്. വിവാഹമോചനം എന്ന് പറയുന്നത് ഇപ്പൊ അത്ര വലിയ കാര്യമൊന്നുമല്ല. അതെ, നീ പറഞ്ഞത് ശരിയാ. ഇപ്പൊ അത് വലിയ കാര്യമൊന്നുമല്ല. ചിലരെ സംബന്ധിച്ച് ഇപ്പൊ അതൊരു സ്റ്റാറ്റസ് സിംബൽ കൂടിയാ. ഒന്നിച്ചു പോവാൻ പറ്റിയില്ലെങ്കിൽ ഉടനെ പിരിയണം. അതല്ലേ ഇപ്പൊ പലരുടെയും കണ്ടുപിടുത്തം. ഒന്നിച്ചു ചേർന്നവർ പിരിയാതെ ജീവിക്കണമെന്ന എന്നെ പോലെയുള്ളവരുടെ ആഗ്രഹം. അപ്പുവും ബാലുവും മനസ്സുകൊണ്ട് ഇപ്പൊ ഒറ്റക്കെട്ടായി പോവുകയാണ്. അവരുടെ സമാധാന ജീവിതം നിങ്ങളായിട്ട് തകർക്കരുത്. അവൾക്ക് മാത്രം പോരാ സമാധാന ജീവിതം, എനിക്കും വേണം. കണ്ണടച്ച ആ സുധാമണിയുടെ രൂപം മനസ്സിൽ ഇങ്ങനെ കേറി വരും. ഒരു അരിവെപ്പുകാരിയുടെ മരുമകളായിട്ട് ഒടുങ്ങേണ്ടതാണോ നമ്മുടെ മോളുടെ ജീവിതം? ബന്ധുക്കളുടെ മുമ്പിൽ തല കുനിച്ച് നാണം കെട്ടും. മതിയായി എനിക്ക്. ബന്ധുക്കളുടെ മുന്നിൽ തല കുനിയുന്നെന്നോ? എന്തിന്? സുധാമണി ആരുടെയും കയ്യിൽ നിന്ന് കാശ് മോഷ്ടിച്ചു? ഇല്ലല്ലോ. ആ സ്ത്രീ അന്തസ്സായി ജോലി ചെയ്താ ജീവിക്കുന്നത്. എന്റെ സ്വാമി മഹേഷാനന്ദ തിരുവടി, നിന്റെ വേദാന്തം ആദ്യം ഒന്ന് നിർത്തിത്തരാവോ? ഞങ്ങളെ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നീ അതിന്റെ കൂടെ നിൽക്കണം, അല്ലേ? അളിയാ, അപ്പൂന് നമുക്ക് ആ നശിച്ച കോളനിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കണം. പറയാൻ പാടില്ലാത്തതാ, എന്നാലും പറഞ്ഞു പോവാ. ആ സുധാമണി, അവള് വല്ല മാറാരോഗം വന്നോ അപകടത്തിൽ പെട്ടോ പെട്ടെന്നൊന്ന് തീർന്നു കിട്ടിയെങ്കിൽ. സുധേ,